വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു വലിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മള് വലിയ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം നാളായി. അപ്പോൾ പിന്നെ ഇപ്പോൾ വെക്കേഷനും കൂടിയല്ലേ, അതുകൊണ്ട് നമ്മൾ ഒരു വലിയ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഫുള്ള് ഷോർട്സ് ആണ് ഇടണേ, അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു വലിയ വീഡിയോ ഇടാന്ന് വിചാരിച്ചു. പിന്നെ സ്കൂളുള്ളത് കൊണ്ട് ഇവർക്ക് എടുക്കാൻ പറ്റാറില്ല, ഇവരെ കിട്ടാറില്ല. സ്കൂളുള്ളത് കൊണ്ട് വൈകിട്ട് 6 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോൾ, അപ്പൊ തീരെ എടുക്കാൻ പറ്റാറില്ല. വെക്കേഷൻ ആയപ്പോ വീട്ടിൽ വെറുതെ ഇരുന്നാകുമ്പോ വലിയ വീഡിയോ എടുക്കാൻ വെച്ചു. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് പറയാൻ ഇന്ന് ഞങ്ങൾക്കിപ്പോ 10 മണിക്കൊരു ക്ലാസ് ഉണ്ട്, വയലിൻ്റെയും ഗിറ്റാറിൻ്റെയും. ഇവള് വയലിൻ പഠിക്കണം, ഞാൻ ഗിറ്റാർ പഠിക്കണം. പിന്നെ അമ്മയ്ക്ക് ഇന്ന് ഇത് ഈസ്റ്ററിന്റെ ആഴ്ച ആയതുകൊണ്ട് കുമ്പസാരിക്കണം. എങ്ങനെ പോണം? പുത്തമ്പള്ളി, തൃശ്ശൂര് പുത്തമ്പള്ളി എല്ലാവർക്കും അറിയാം. പുത്തമ്പള്ളിക്ക് പോണം. പുത്തമ്പള്ളിക്കാണ് ഞാനും മൂത്താളും പോണ. ഇവര് രണ്ടാളും കുമ്പസാരിച്ചു. ചേട്ടൻ വലിയേട്ടൻ വരുന്നുണ്ട്. അപ്പൊ അവരും ഞാനും കൂടി പോണു. അങ്ങനെ കുമ്പസാരിച്ചിട്ട് പിന്നെ നമുക്കൊരു ഷോപ്പ് ഉണ്ട്, ഐസ്ക്രീം കട വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയോ ഐസ്ക്രീം? അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് വരാം. നിങ്ങൾക്ക് അറിയാലോ ഐസ്ക്രീം ഷോപ്പ്, നമ്മള് വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ഐസ് ബേ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് നമുക്ക്, ഐസ് ബേ ഐസ്ക്രീംസിന്റെ. ബാക്കിയുള്ളത് അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കടയിൽ പോയിട്ട് പറയാം. സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മള് വയലിൻ ക്ലാസ്സും ഗിറ്റാർ ക്ലാസ്സിന് പോണത് തന്നെയാണ് മെയിനായിട്ട്. അമ്മ കുമ്പസാരിക്കാൻ പോണു. അമ്മ കുമ്പസാരിക്കാൻ പോകുന്നത് എടുക്കണ്ട, അതെടുക്കണ്ട, വേണ്ടല്ലേ? അതില്ല. പിന്നെ പ്രത്യേകിച്ച് അതന്നെ ഉള്ളു. പിന്നെ ഐസ്ക്രീം ഷോപ്പില് പോണു, അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങള് കടയും അതൊക്കെ കാണിച്ചു തരാം. ഏതൊക്കെ വെറൈറ്റി നമുക്കുണ്ട്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കടയിൽ ചെന്നിട്ട് പറഞ്ഞു കാണിച്ചു തരാം. അപ്പോ എന്റെ ഗിറ്റാറ് എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് തരും. ഓക്കെ, പോവാ. കേറി കേറി. പോട്ടമ്മേ. നമ്മളിപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് 2ാം ഫ്ലോറിലാണ്. കേക്കുണ്ടാവോ? തുടങ്ങിയില്ലാന്ന് തോന്നുന്നു. 10 മണിക്ക് തുടങ്ങിയുണ്ടാവും. 10:08. ശശി ബുധനാഴ്ച 10:30 ക്ലാസ്. നമ്മൾ 10 മണിക്ക് എത്തുന്നത്. ശശി അടച്ചിട്ടൊക്കെ പെട്ടു മൊത്തം പെട്ടു. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. തുറന്ന് ക്ലാസ് തുറന്നോളൂ. ഞങ്ങളോട് 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയേക്കാണ്. അപ്പോൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ ആൾക്കാരൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തിട്ട് കാണാം. ഡോണോ വായിക്കാനായിട്ടാ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇങ്ങനത്തെ തന്നെ ഉള്ളൂ. സ്റ്റാർട്ടിങ് അല്ല, അപ്പം ഇങ്ങനത്തെ തന്നെ കാണാം കേട്ടോ. നമുക്ക് ഇത് മാത്രമല്ല, ഇന്നത്തെ ഓർഗാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഓർഗാനല്ലോ, ഓർഗനൊക്കെ കുഴപ്പമില്ല, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മളെ പഠിച്ചു വരുന്നതുകൊണ്ട് തന്നെ ചില സ്ഥലത്ത് ബോറടി. കഴിഞ്ഞ എന്തായാലും നമുക്ക് വീട്ടിൽ അമ്മേനെ വിളിച്ചിട്ട് വരും. അത് കുമ്പസാരിച്ചും തോന്നുന്നു. ഇനി നമ്മള് അങ്ങടെ ഐസ്ക്രീം കടയൊക്കെ പോണം.
അവിടുത്തെ വിശേഷം അവിടെ എത്തിയാണ്. ഗിറ്റാറ് ഏകദേശം ഉണ്ട്. അവിടെ വെയിറ്റ് ചെയ്യണം. അമ്മ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കടയിലെത്തി. കണ്ടില്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ്. കണ്ടില്ലേ എല്ലാവരും? ഫ്രാഞ്ചൈസിയാണ് ഐസ്ക്രീമിന്റെ. അപ്പൊ നമുക്ക് 63 തരം ഫ്ലേവറുകളുണ്ട്. ബിരിയാണിയുടെ ഫ്ലേവർ വരെ ഉണ്ട് നമുക്ക്. 63 തരം മിൽക്ക് ബേസ്ഡും വാട്ടർ ബേസ്ഡും ആയിട്ടുള്ള 63 തരം വെറൈറ്റി ഉണ്ട്. കാണിച്ചു കൊടുക്കുക. 63 ഇവിടെ ഇപ്പൊ കുറച്ചുള്ളൂ. അവിടെ ലൈറ്റ് ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റീസ്. അപ്പൊ നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ സ്ഥലമുള്ളത് കൊണ്ട് ഫാമിലീസ് ഒക്കെ രാത്രി വരാറുണ്ട്. ഉച്ച തിരിയുമ്പോൾ ഫാമിലികളാണ് നിറയെ വരുന്നത്. പിന്നെ രാവിലെയൊക്കെ ഇത്തിരി കുറവായിരിക്കും. വർക്കിംഗ് ഡേയ്സിലൊക്കെ, ഹോളിഡേയ്സിലൊക്കെ രാവിലെ നല്ല തിരക്കായിരിക്കും. എനിക്കൊരു ന്യൂട്ടല്ല. നമ്മൾ നീ ഏതെടുത്ത മാങ്ങോ. അയ്യേ മാങ്ങ എല്ലാ ദിവസവും നമ്മൾ വരുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം വേണം. ഉടനെ തന്നെ ഈ ജങ്കി ആയിട്ടുള്ള കഴിക്കാൻ പറ്റും. അയ്യോ ന്യൂട്ടല്ലയുടെ ടാഗ് എത്തിയിട്ടില്ല. ബാക്കി എല്ലാത്തിനും ടാഗ് ഉണ്ട്. വയലിൻ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗിറ്റാറോ? ടൂണ് റെഡി അല്ലേ? മാംഗോ ഐസ്ക്രീം അൽഫോൺസോ മാംഗോ നല്ല ഐസ്ക്രീം. ഇവിടെ ഗിറ്റാറൈസ് വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഗിറ്റാറിൽ ചെയ്തോ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? 40 മിനിറ്റ്. ഇനിയിപ്പോ എന്നാ ക്ലാസ് എടുത്തത്? തിങ്കളാഴ്ച. ഈ ആഴ്ച തിങ്കളാഴ്ച. ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് ഹോളിഡേയ്സ് ആയിരിക്കും. നീ മേനൂട്ടി ഏത് ഫ്ലേവർ എടുത്താണ്? മാംഗോ അൽഫോൺസോ. ഇതാണ് ഞങ്ങളുടെ വലിയേട്ടൻ. അപ്പോ നമ്മള് വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അമ്മ കടയിൽ നിൽക്കും, ഞങ്ങള് വീട്ടിൽ പോവാണ്. അപ്പോ എന്നോട് ആക്കിട്ട് വീട്ടിൽ പോവാ. അയ്യോ. അപ്പോ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവരും ബൈ.